പ്രേക്ഷകരെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിൽ 10,800 കോടിയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലുമാണ് ഇന്നിപ്പോൾ നടന്നത്. ഈ പരിപാടികളിൽ ഒന്നായിരുന്നു ദേശീയപാത 66 തലപ്പാടി ചെങ്കള ഭാഗത്തെയും കോഴിക്കോട് ബൈപ്പാസിലെ വെങ്ങളം രാമനാട്ടുകര ഭാഗത്തെയും 6 വരി പാതകളുടെ ഉദ്ഘാടനം. സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിയെ ഈ പരിപാടിയിൽ നിന്നും ഒഴിവാക്കിയതിൽ സർക്കാർ ശക്തമായ പ്രതിഷേധവും അറിയിച്ചിരുന്നു. തുടർന്ന് പ്രധാനമന്ത്രിയുടെ പരിപാടി സർക്കാർ ബഹിഷ്കരിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി കാസർഗോഡ് നുള്ളിപ്പാടിയിൽ CH കുഞ്ഞമ്പു MLA നേതൃത്വത്തിൽ ദേശീയപാതയുടെ സമാന്തര ഉദ്ഘാടനം നടത്തി. പിന്നാലെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വെങ്ങളം രാമനാട്ടുകര റീച്ചിൽ റോഡ് ഷോയും നടത്തി പ്രതിഷേധിച്ചു. അപ്പം ഹൈ-5 ഈ വിഷയം പരിശോധിക്കുകയാണ്. അവിടെയും ഉദ്ഘാടനം, ഇവിടെയും ഉദ്ഘാടനം. 2 മാസത്തെ ഇടവേളയിൽ 2ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നത്. ആദ്യം തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചെടുത്തതിന് തൊട്ടു പിന്നാലെ മോദി എത്തിയിരുന്നു. അന്ന് കേരളത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ തലസ്ഥാനത്തിന്റെ വികസനത്തിന് ഒരു ബ്ലൂ പ്രിന്റ് ഒക്കെ പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഒന്നും തന്നെ ഉണ്ടായില്ല. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പരിപാടി അത് BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിക്കുന്നത് കൊണ്ട് തന്നെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ ഇത്തവണ നിരാശയാണ് ഫലം. അതിനിടയിലാണ് ഈ വിവാദങ്ങളൊക്കെ ഇത്തരത്തിലുണ്ടായതും. കൂടുതൽ വിശകലനങ്ങളുമായി സരീഷ് PK നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് തത്സമയം ചേർന്നുണ്ട്. സരീഷ്, ഗുഡ് ഈവനിങ്. ഇപ്പം ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമാണല്ലോ നമ്മുടേത്. സാധാരണ അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ കേന്ദ്ര ബജറ്റിൽ ചില പ്രഖ്യാപനങ്ങൾ അവർക്ക് വേണ്ടിയൊക്കെ വയ്ക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും തഴഞ്ഞു എന്ന് മാത്രമല്ല, കേരളത്തിൽ 2 വട്ടം എത്തിയ പ്രധാനമന്ത്രി കാര്യമായി ഒന്നും പ്രഖ്യാപിച്ചതുമില്ല. അതിനിടയിലാണ് ഇന്നത്തെ ദേശീയപാത ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദമൊക്കെ നമ്മൾ കണ്ടത്. 5000 കോടിയിലേറെ ദേശീയപാത വികസനത്തിന് വേണ്ടി കേരളം കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിശ്ചയമായും മന്ത്രിയെ ഉദ്ഘാടനത്തിന് വിളിക്കുകയും വേണം. BJP എന്തുദ്ദേശിച്ചാണ് ഈ വെട്ടൽ നടത്തിയത് എന്ന കാര്യം നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ ശരിക്കും ഇത് CPIMന് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യില്ലേ? അത് വോട്ടാക്കാൻ പറ്റില്ലേ സരീഷ്? മുൻപ് ഉള്ളതുപോലെ തന്നെ ഇപ്പോഴും CPM-ഉം ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും BJPയുടെ കണ്ണിലെ കരടാണ് എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നൊരു കാര്യം കൂടിയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ പങ്കാളിത്തമുള്ള, അതായത് സാമ്പത്തിക പങ്കാളിത്തമുള്ള എല്ലാ സർക്കാരിനെയും ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മിനിമം മര്യാദ എന്ന രീതിയിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയെയും അതിൻ്റെ വകുപ്പ് മന്ത്രിയെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു മര്യാദയാണ്. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട പ്രവർത്തനങ്ങൾ വരുന്നത്. കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നതും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. പിന്നീട് പക്ഷേ അത് മുന്നോട്ട് പോകാനായില്ല. പിന്നീട് 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് 5600 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകും ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുപ്പിന് ഒരു സംസ്ഥാനം പണം നൽകുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ ഇത്രയും വലിയൊരു തുക ചിലവഴിച്ചാണ് സംസ്ഥാന സർക്കാർ ഈ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കുകയും അത് കേന്ദ്ര സർക്കാരിന് കൈമാറുകയും ചെയ്യുന്നത്. പിന്നീടുള്ള പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സ്ഥലമേറ്റെടുപ്പും അതിന് ആശ്വാസ നിധി എന്ന രീതിയിൽ ആളുകൾക്ക് കൊടുക്കുന്നതും അല്ലെങ്കിൽ നിർമ്മാണ ചെലവും എല്ലാം തന്നെ കേന്ദ്ര സർക്കാർ, അതിനാണല്ലോ ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ മുഴുവൻ ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാർ ഏറ്റെടുത്താണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് നടപ്പിലാക്കുന്നത്. പക്ഷേ കേരളത്തിൽ സ്ഥിതി വിഭിന്ന. പക്ഷേ അതിനൊന്നും തന്നെ പരാതി പറയാതെ കേരള സർക്കാർ കൃത്യമായി ആ 5600 കോടി രൂപ ചെലവഴിക്കുന്നു. പ്രത്യേകിച്ച് കിഫ്ബിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു പണം ഇങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്തത്. അതിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ 2 ആഴ്ചയിലൊരിക്കലും കൃത്യമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി യോഗം വിളിക്കുകയും പ്രവർത്തന പുരോഗതി വിലയിരുത്തുകയും കൃത്യമായി നിതിൻ ഗഡ്കരിയുമായി ഈ കാര്യങ്ങളൊക്കെ കൂടിയാലോചന നടത്തുകയും ഒക്കെ ചെയ്യുകയും ഓരോ റീച്ച് പൂർത്തിയാകുമ്പോൾ അതെങ്ങനെയാണ് എത്രയും വേഗം പൂർത്തിയായത് എന്നുള്ള കാര്യങ്ങൾ പല തവണ നിതിൻ ഗഡ്കരി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയും കേരളത്തിൽ മാത്രമാണ് ഇത്ര വേഗത്തിൽ പണി പൂർത്തിയാകുന്നത് എന്നൊക്കെ പലതവണ പറയുകയും സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനമായി എത്തുമ്പോൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്, ആ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം ഉണ്ടായി എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ച്
പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ആ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വാധീനമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാതിനിധ്യം അവിടെ ഇല്ല. പക്ഷേ BJP സംസ്ഥാന അധ്യക്ഷൻ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അത് രാഷ്ട്രീയപരമാണ് എന്നുള്ളത് തന്നെയാണ് CPM-ഉം സംസ്ഥാന സർക്കാരും ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഈ റിയാസിന്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ MLA-മാരുടെ നേതൃത്വത്തിലും തിരഞ്ഞെടുപ്പ് കാലത്ത് ഇനിയിപ്പോ നമുക്ക് അറിയാവുന്ന പോലെ 2-3 ദിവസത്തിനുള്ളിലൊക്കെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമൊക്കെ വരും. അപ്പം അതിനുശേഷം പ്രചാരണമൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേനും ഈ വിഷയമൊക്കെ എങ്ങനെ ചർച്ചയാകും എന്ന കാര്യവും കാത്തിരുന്നറിയണം നമ്മൾ.